Hi, good morning students. നാം MCom തേർഡ് സെമസ്റ്റർ തേർഡ് സെമസ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ പ്രോബ്ലം പേപ്പർ ഇൻകം ടാക്സ് ലോ ആൻഡ് അക്കൗണ്ട്സ് എന്ന പേപ്പർ ഇന്ന് മുതൽ പഠിച്ചു തുടങ്ങുകയാണ്. നിങ്ങൾ ബികോം ഫൈനൽ ക്ലാസ്സിൽ ഇതിന്റെ ബേസിക് ഭാഗങ്ങൾ പഠിച്ചിട്ടുണ്ട്. ആ ബേസിക് ഭാഗങ്ങളോടൊപ്പം തന്നെ കുറച്ചുകൂടെ കവറിംഗ് കൂട്ടിക്കൊണ്ടാണ് MCom തേർഡ് സെമസ്റ്ററിന്റെ സിലബസ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി തയ്യാറാക്കിയിട്ടുള്ളത്. അതാണ് നാം ഇനിയുള്ള ദിവസങ്ങളിൽ ഈ ഓൺലൈൻ ക്ലാസ്സിലൂടെ പഠിക്കുന്നത്. ഞാൻ മൊയ്തീൻ ആവിലോറ കഴിഞ്ഞ 3 പതിറ്റാണ്ടുകളായി ഇൻകം ടാക്സ് എന്ന പേപ്പർ വ്യത്യസ്ത ക്ലാസുകളിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മുടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി തയ്യാറാക്കിയതായിരിക്കുന്ന സിലബസിൽ 5 മൊഡ്യൂൾസ് ആണ് ഉണ്ടാവുക എന്ന് നിങ്ങൾക്കറിയാം. എല്ലാ പേപ്പറിലും എല്ലാ സെമസ്റ്ററിലും ഓരോ പേപ്പറിലും 5 മൊഡ്യൂൾസ് ആണ്. ഇൻകം ടാക്സിൽ അങ്ങനെ തന്നെ 5 മൊഡ്യൂൾസ് ആണ്. അതിൽ ഒന്നാമത്തെ മൊഡ്യൂള് ബേസിക്സ് ആണ്. ബേസിക്സ് ഇൻകം ടാക്സിന്റെ ഇൻട്രൊഡക്ഷൻ, അതിന്റെ ഇന്ന് വരെയുള്ളതായിരിക്കുന്ന അമെൻഡ്മെന്റ്സ്, ഇൻകം ടാക്സുമായിട്ട് ബന്ധപ്പെട്ട ബേസിക് ടേംസുകൾ, ഇൻകം ടാക്സിന്റെ ചാർജിംഗ് സെക്ഷനുകൾ, റെസിഡൻഷ്യൽ സ്റ്റാറ്റസ്, ടാക്സ് ലയബിലിറ്റി, അഗ്രികൾച്ചറൽ ഇൻകം, അതിന്റെ ട്രീറ്റ്മെന്റ് എന്നിവയാണ് ബേസിക്സിൽ നാം പഠിക്കുന്നത്. ഏതാണ്ട് യൂണിവേഴ്സിറ്റി ഇതിനു വേണ്ടി 10 hours ആണ് അലോട്ട് ചെയ്തത്. അത്രയൊന്നും അവേഴ്സ് ഇല്ലാതെ തന്നെ നമുക്ക് ഒരു 6 or 7 hours കൊണ്ട് ഇത് പഠിച്ചു തീർക്കാം. ഇത് ഒന്നാമത്തെ മൊഡ്യൂളാണ്. രണ്ടാമത്തെ മൊഡ്യൂള് കമ്പ്യൂട്ടേഷൻ ഓഫ് ഇൻകം അണ്ടർ വേരിയസ് ഹെഡ്സ് ആണ്. അഥവാ ചുരുക്കിയിട്ട് നമുക്ക് ഹെഡ്സ് ഓഫ് ഇൻകം എന്ന് വിളിക്കാം. ഹെഡ്സ് ഓഫ് ഇൻകം, ഹെഡ്സ് ഓഫ് ഇൻകം. ഇൻകം ടാക്സ്, ഇൻകം ഉണ്ടായാൽ ടാക്സ് കൊടുക്കുക എന്നാണ് അതിനർത്ഥം. ഇൻകം ഇല്ലാത്തവൻ ടാക്സ് കൊടുക്കുകയും വേണ്ട. ഇൻകം വ്യത്യസ്ത വഴികളിലൂടെ ഇൻകം ഉണ്ടാവും. അത് ലീഗലാവാം, ഇല്ലീഗലാവാം, മോറലാവാം, ഇമ്മോറലാവാം, കാഷ്വലാവാം, റെഗുലറാവാം. ഇൻകം ഉണ്ടാവുന്നത് കറൻസി ഫോമിലാവാം, അതല്ല കൈൻഡ് രൂപത്തിലാവാം. ഇൻകം എന്നാൽ ക്യാഷ് രൂപത്തിൽ തന്നെ ഉണ്ടായിക്കൊള്ളണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. ഈ ഇൻകത്തിനെയൊക്കെ 2 ഭാഗമാക്കി മാറ്റുന്നു. ഒന്ന് എക്സംപ്റ്റ് ഇൻകം, ടാക്സ് ഇല്ലാത്ത ഇൻകം. എല്ലാ ഇൻകത്തിനെയും 2 ഭാഗമാക്കി മാറ്റുന്നു. ഒന്ന് എക്സംപ്റ്റ് ഇൻകം. എക്സംപ്റ്റ് എന്നാൽ ടാക്സ് ഇല്ല, നോ ടാക്സ് എന്ന മീനിങ്ങിനാണ് നാം എക്സംപ്റ്റ് എന്ന് ഉപയോഗിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, അഗ്രികൾച്ചറൽ ഇൻകം ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ നിന്നുള്ള അഗ്രികൾച്ചറൽ ഇൻകത്തിന് ടാക്സ് ഇല്ല, അത് എക്സംപ്റ്റ് ആണ്. അതേപോലെ ഒരാൾ തന്റെ വൈഫിനെ ഡൈവോഴ്സ് ചെയ്താൽ അതിന് കോമ്പൻസേഷൻ കൊടുത്താൽ അതിന് ഇൻകം ടാക്സ് ഇല്ല. അതേപോലെ നാച്ചുറൽ കലാമിറ്റീസോ അതേപോലെയുള്ള ആക്സിഡന്റുകളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നമുക്കറിയാം ഗവൺമെന്റുകൾ
ആ വ്യക്തിക്ക് അല്ലെങ്കിൽ കുടുംബത്തിന് സഹായം പ്രഖ്യാപിക്കും. കരിപ്പൂര് ഫ്ലൈറ്റ് ആക്സിഡന്റ് ഉള്ള സമയത്ത് ഒരു കുടുംബത്തിന് 10 lakh, മരിച്ചവരുടെ കുടുംബത്തിന് 10 lakh. അതേപോലെ നമ്മുടെ ഇടുക്കി ജില്ലയിൽ ഉരുൾപൊട്ടലുണ്ടായ സമയത്ത് മരിച്ചവരുടെ കുടുംബത്തിന് 5 lakh എന്നിങ്ങനെയൊക്കെ പ്രഖ്യാപിക്കും. ഇങ്ങനെ പ്രഖ്യാപിച്ച് കിട്ടുന്ന ഇൻകത്തിന് ഇൻകം ടാക്സ് കൊടുക്കേണ്ട. അങ്ങനത്തെ ഒക്കെ ഇൻകത്തിനാണ് നാം എക്സംപ്റ്റ് ഇൻകം എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഭാഗം ഇൻകമാണ് ടാക്സബിൾ ഇൻകം, ടാക്സ് കൊടുക്കേണ്ട ഇൻകം. ഇതാണ് നാം ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നത്. ഈ ടാക്സബിൾ ഇൻകത്തിനെ 5 കാറ്റഗറി ആക്കിയിട്ട് മാറ്റിയിട്ടുണ്ട്. 5 കാറ്റഗറി. അത് നാം ബികോം ലെവലിൽ പഠിച്ചിട്ടുണ്ട്. അതിന് നാം ഹെഡ്സ് ഓഫ് ഇൻകം എന്നാണ് പറയുക. ഹെഡ്സ് ഓഫ് ഇൻകം: ഇൻകം ഫ്രം സാലറി, ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി, PGBP, ക്യാപിറ്റൽ ഗെയിൻ ആൻഡ് ഇൻകം ഫ്രം അതർ സോഴ്സസ്. ഇതാണ് 5 ഹെഡ്സ് ഓഫ് ഇൻകം. ഇൻകം ഫ്രം സാലറി, ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി, PGBP, ക്യാപിറ്റൽ ഗെയിൻ ആൻഡ് ഇൻകം ഫ്രം അതർ സോഴ്സ്. നമ്മുടെ ഇൻകം ടാക്സിന്റെ സിലബസിന്റെ നല്ലൊരു പോർഷൻ ഈ സെക്കൻഡ് ഹെഡ്സ് ഓഫ് ഇൻകത്തിലാണ് ഉള്ളത്. ഈ സെക്കൻഡ് മൊഡ്യൂൾ ഓഫ് ഇൻകം, സെക്കൻഡ് ഹെഡ്സ് അല്ല, സെക്കൻഡ് മൊഡ്യൂൾ ഓഫ് ഇൻകം, ഹെഡ്സ് ഓഫ് ഇൻകം എന്ന മൊഡ്യൂളിലാണ്. ഈ 5 ഹെഡ്സ് മനസ്സിലായി കഴിഞ്ഞാൽ ഇൻകം ടാക്സിന്റെ മറ്റു ഭാഗങ്ങൾ മനസ്സിലാകും എന്ന് മാത്രമല്ല, നിങ്ങൾക്ക് 4th സെമസ്റ്ററിൽ ഇൻകം ടാക്സിന്റെ പ്ലാനിംഗ് ആൻഡ് മാനേജ്മെന്റ് എന്നൊരു പേപ്പർ പഠിക്കാനുണ്ട്. 4th സെമസ്റ്ററിൽ, MCOM 4th സെമസ്റ്റർ. അതിൽ ഇതിന്റെ കണ്ടിന്യൂവേഷൻ ആയതുകൊണ്ട് ഈ ഹെഡ്സ് ഓഫ് ഇൻകം അഥവാ സാലറി ഇൻകം, ഹൗസ് പ്രോപ്പർട്ടി ഇൻകം, ബിസിനസ് ആൻഡ് പ്രൊഫഷണൽ ഇൻകം, ക്യാപിറ്റൽ ഗെയിൻ ആൻഡ് ഇൻകം ഫ്രം അതർ സോഴ്സ്, ഇതാണ് ഹെഡ്സ് ഓഫ് ഇൻകം. ഈ ഹെഡ്സ് ഓഫ് ഇൻകം ഒരു കുട്ടി നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ അവൻ MCOM 3rd സെമസ്റ്ററും വളരെ ഈസിയാകും. MCOM 4th സെമസ്റ്ററും അവനെ സംബന്ധിച്ചിടത്തോളം വെരി ഈസിയാകും. അത്രയും ഇമ്പോർട്ടന്റ് ആയിരിക്കുന്ന ഒരു മൊഡ്യൂളാണ് ഹെഡ്സ് ഓഫ് ഇൻകം എന്ന സെക്കൻഡ് മൊഡ്യൂൾ. നെക്സ്റ്റ് 3rd മൊഡ്യൂളാണ് അസസ്മെന്റ്. അസസ്മെന്റ് ഈ ടേം നിങ്ങൾ ബികോമിൽ കേട്ടിട്ടുണ്ടാവും. അസസ്മെന്റ് എന്താണ്? അസസ്മെന്റ് എന്നാൽ ഒരു അസസിയുടെ, ആരാണ് അസസി അത് നമ്മൾ പഠിക്കും. വളരെ ബ്രീഫായിട്ട് പറഞ്ഞാൽ ഇൻകം ടാക്സ് കൊടുക്കാൻ ലാബിലായിരിക്കുന്ന എല്ലാവരും അസസിയാണ്. ഇൻകം ടാക്സ് കൊടുക്കേണ്ടവരൊക്കെ അസസിയാണ്. കൊടുത്താലും അസസിയാണ്, കൊടുക്കാൻ ലാബിലായാൽ മതി, എന്നാൽ അവനും അസസിയാണ്. കൊടുക്കാതിരുന്നാൽ അവനക്കെതിരെ ഗവൺമെന്റ് അല്ലെങ്കിൽ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് എന്തെങ്കിലും ആക്ഷൻ എടുക്കുകയാണെങ്കിൽ അവനും, ആർക്കെതിരെയാണോ ആക്ഷൻ എടുക്കുന്നത്, അവനും അസസിയാണ്. അപ്പൊ ചുരുക്കത്തിൽ അസസി ഈസ് എ പേഴ്സൺ ഹു ഈസ് ലാബിൾ ടു പേ ഇൻകം ടാക്സ് ഓർ എനി അതർ സം അണ്ടർ ദിസ് ആക്ട് എന്ന് പറയും. അണ്ടർ ഇൻകം ടാക്സ് ആക്ട് എന്ന് പറയും. ഈ അസസ്മെന്റ് എന്നതാണ് 3rd മൊഡ്യൂൾ. അതിലെ അസസ്മെന്റ് ഓഫ് ഇൻഡിവിജ്വൽ, അസസ്മെന്റ് ഓഫ് ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി, അസസ്മെന്റ് ഓഫ് പാർട്ട്ണർഷിപ്പ് ഫോം, അസസ്മെന്റ് ഓഫ് AOP ആൻഡ് BOI തുടങ്ങിയ ഭാഗങ്ങളാണ് നമുക്ക് പഠിക്കുവാനുള്ളത്. അതും അത്യാവശ്യം ലെങ്തി പാർട്ടാണ്. ടൈം എടുത്ത് ശ്രദ്ധിച്ച് പഠിക്കേണ്ട ഒരു ഭാഗമാണ്. അല്ലാതെ ഓടിച്ച് പോകുവാൻ പറ്റുന്ന ഒരു പോർഷൻ അല്ല. നെക്സ്റ്റ് 4ാമത്തെ മൊഡ്യൂൾ ഇൻകം ടാക്സ് അതോറിറ്റീസ് ആണ്. ഇൻകം ടാക്സ് അതോറിറ്റീസ്. ഇൻകം ടാക്സ് അതോറിറ്റി ആരൊക്കെയാണ് ഇൻകം ടാക്സ് അതോറിറ്റീസിൽ? നമുക്കറിയാം, ഇൻകം ടാക്സ് സെൻട്രൽ ഗവൺമെന്റിന്റെ ടാക്സ് ആണ്, സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ടാക്സ് അല്ല. സെൻട്രൽ ഗവൺമെന്റിലെ ഫിനാൻസ് മിനിസ്റ്ററുടെ കീഴിലാണ് അത് വരിക.
ഇപ്പൊ നമ്മുടെ നിർമ്മല സീതാരാമന്റെ കീഴിലാണത്, ഫിനാൻസ് മിനിസ്റ്റർ. ഇൻകം ടാക്സിന്റെ സുപ്രീം അതോറിറ്റി സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ട് ടാക്സ് ആണ്, CBDT. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? CBDT, സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ട് ടാക്സ്. CBDT, സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ട് ടാക്സ്. അതൊരു ബോർഡാണ്. ഒരു ചെയർമാനും കുറച്ച് മെമ്പേഴ്സും അടങ്ങിയതായിരിക്കുന്ന ഒരു ബോർഡാണ് ഏത്? CBDT. ആ ബോർഡിന്റെ കീഴിൽ വ്യത്യസ്ത കാറ്റഗറിയിലായിട്ട് 48,000 ഉദ്യോഗസ്ഥന്മാർ ഈ രാജ്യത്ത് ഇൻകം ടാക്സിന്റെ അഡ്മിനിസ്ട്രേഷനും ടാക്സ് ലെവി ചെയ്ത് കളക്ട് ചെയ്യുവാനും വേണ്ടി പ്രവർത്തിക്കുകയാണ്. അതിൽ ഏറ്റവും ടോപ്പില് ചീഫ് കമ്മീഷണർ ഓഫ് ഇൻകം ടാക്സ് ഉണ്ട്, പിന്നെ കമ്മീഷണർ ഓഫ് ഇൻകം ടാക്സ് ഉണ്ട്, ജോയിന്റ് കമ്മീഷണർ ഉണ്ട്, പിന്നെ അസിസ്റ്റന്റ് കമ്മീഷണർമാരുണ്ട്, ഡെപ്യൂട്ടി കമ്മീഷണർമാരുണ്ട്. ഇങ്ങനെ വ്യത്യസ്ത പേരിൽ ചില ആൾക്കാർ ഡയറക്ടർമാരുണ്ട്, ഡയറക്ടർ ജനറൽ ഓഫ് ഇൻകം ടാക്സ്, ഡയറക്ടർ ഓഫ് ഇൻകം ടാക്സ്, ഡെപ്യൂട്ടി ഡയറക്ടർ, ജോയിന്റ് ഡയറക്ടർ. ഇങ്ങനെ വ്യത്യസ്ത കാറ്റഗറിയിലുള്ള ഉദ്യോഗസ്ഥന്മാർ, അവരുടെ അധികാരങ്ങൾ, അവരുടെ പവേഴ്സ്, ഇതൊക്കെയാണ് നാം ഈ 4th മൊഡ്യൂളിൽ പഠിക്കുന്നത്. എന്നാൽ 5th മൊഡ്യൂളിൽ നാം പഠിക്കുന്നത് അസസ്മെന്റ് പ്രൊസീജിയറാണ്. ഫയലിംഗ്, അതേപോലെ TDS, അതേപോലെ TCS, ഇങ്ങനെ ഇൻകം ടാക്സുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കുന്ന മിസലേനിയസ് കാര്യങ്ങളാണ് ഈ 5th മൊഡ്യൂളിൽ പഠിക്കുന്നത്. ഇത്രയും ഭാഗങ്ങളാണ് നമുക്ക് 3rd സെമസ്റ്ററിൽ പഠിക്കാറുള്ളത്. 3rd സെമസ്റ്ററിൽ പഠിച്ചു കഴിഞ്ഞാൽ ഇൻകം ടാക്സ് തീരുമോ? ഇല്ലേ. ഇൻകം ടാക്സിന്റെ ചെറിയൊരു ഭാഗം മാത്രമാണ് 3rd സെമസ്റ്ററിൽ പഠിക്കുന്നത്. ബാക്കി നമുക്ക് 4th സെമസ്റ്ററിൽ പഠിക്കാം. 4th സെമസ്റ്ററിന്റെ പേപ്പറിന്റെ പേര് ഇൻകം ടാക്സ് പ്ലാനിംഗ് ആൻഡ് മാനേജ്മെന്റ് എന്നതാണ് ഇന്നിവിടെ ഈ സമയത്ത് ഞാനൊന്ന് ഓർമ്മിപ്പിക്കാം. അപ്പോൾ നമ്മുടെ 3rd സെമസ്റ്ററിന്റെ സിലബസിൽ എന്തൊക്കെ ഉൾക്കൊള്ളുന്നു എന്നൊരു ബ്രീഫ് ഡിസ്കഷനാണ് ഞാൻ നിങ്ങൾക്ക് തന്നത്. നെക്സ്റ്റ് നാം ഇൻകം ടാക്സ് ഫസ്റ്റ് ചാപ്റ്ററിലേക്ക് പോകുന്നതിന് മുമ്പ് ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ MCOM ആണ്. MCOM എന്നാൽ മാസ്റ്റർ ഓഫ് കൊമേഴ്സ് എന്നാണ്. MCOM ആയിട്ട് കഴിയുന്നതോടുകൂടി കൊമേഴ്സ് മേഖലയിൽ നിങ്ങൾ മാസ്റ്റർ ആവണം. അതാണല്ലോ അതിന്റെ പേര്. മാസ്റ്റർ എന്ന് പറഞ്ഞാൽ എന്താ? ഓതന്റിക് ആയിട്ട്, ആധികാരികമായിട്ട് കൊമേഴ്സിലെ കാര്യങ്ങൾ പറയാൻ കഴിവുള്ള ആളുകളാണ് മാസ്റ്റർ എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ അങ്ങനത്തെ ഒരു ലെവലിലേക്ക് ഉയരുകയാണ്. MCOM കഴിഞ്ഞ നിങ്ങൾ ഒരാൾ വിലയിരുത്തുന്നത് അത്രയും നോളജുള്ള, വിവരമുള്ള ഒരു മനുഷ്യനായിട്ടാണ്, ഒരു ഫാക്കൽറ്റി ആയിട്ടാണ് നിങ്ങളെ ആൾക്കാർ കാണുക. അതുകൊണ്ട് ചില ബേസിക് കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. ഇന്ത്യയിൽ ഇൻകം ടാക്സ് ആദ്യമായിട്ട് കൊണ്ടുവന്നത് ബ്രിട്ടീഷുകാരാണ്. അത് നിങ്ങൾ BCom പഠിച്ചിട്ടുണ്ടാവും. 1860 നാം 1857 നമ്മുടെ ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് സ്കൂളിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അതിൽ ബ്രിട്ടീഷുകാർ ആ സമരത്തെ അടിച്ചമർത്തി. ഏതൊരു സമരത്തെ അടിച്ചമർത്തുന്നേരവും നന്നായിട്ട് ക്യാഷ് പോകും ഗവൺമെന്റിന്, ഏത് ഗവൺമെന്റിനായാലും പോകും. സമരങ്ങളെ, അതേപോലെ തന്നെ സിവിൽ വാർ, ആഭ്യന്തര യുദ്ധങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഗവൺമെന്റിന് നല്ല എക്സ്പെൻസ് ആയിരിക്കും. കാരണം അതിന്റെ ആയുധങ്ങൾ വേണം, ഒരുപാട് സൈനികർ മരിക്കും, അവർക്കൊക്കെ നഷ്ടപരിഹാരം, കോമ്പൻസേഷൻ, ഒരുപാട് ആൾക്ക് ഇഞ്ചുറി ഉണ്ടാവും, അതിന് ഹോസ്പിറ്റലൊക്കെ വേണം. അതേപോലെ 1857 നമ്മൾ 1ാം സ്വാതന്ത്ര്യ സമരം നടത്തിയ സമയത്ത് അതിനെ ബ്രിട്ടീഷുകാർ പിടിച്ചത് മിലിറ്ററി മ്യൂട്ടിനി, ശിപായി ലഹള. അവർക്ക് ഫണ്ട് നഷ്ടപ്പെട്ടു. ആ നഷ്ടപ്പെട്ട ഫണ്ട് അവരെ തിരിച്ചു പിടിക്കാൻ വേണ്ടി അവരിൽപ്പെട്ടതായിരിക്കുന്ന ജെയിംസ് വിൽസൺ എന്ന ആള്, ജെയിംസ് വിൽസൺ എന്ന ആള്
നിർദ്ദേശിച്ചതാണ് നമുക്ക് ഇൻകം ടാക്സ് കൊണ്ടുവരാൻ. നമുക്ക് ഇന്ത്യക്കാരടുത്തുനിന്ന് നമ്മുടെ നഷ്ടപ്പെട്ട ഫണ്ട് തിരിച്ചു പിടിക്കാൻ ഇൻകം ടാക്സ് കൊണ്ടുവരാം. അതിനാദ്യമായിട്ട് അവർ 1860 ബ്രിട്ടീഷുകാർ ഇൻകം ടാക്സ് കൊണ്ടുവന്നു. അവർക്ക് തന്നെ പേടിയുണ്ടായിരുന്നു, ഇത് വിജയിക്കൂല എന്നൊക്കെ. കാരണം ഇന്ത്യക്കാർ സമരം തുടങ്ങിയ സമയമാണ്. സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് സമരം തുടങ്ങിയ സമയത്ത് ഒരു പുതിയ ടാക്സ് കൊണ്ടുവന്നാൽ അവർ വിജയിക്കൂല എന്ന് അവർക്ക് തന്നെ ഒരു പേടിയുണ്ടായിരുന്നു. എന്തായാലും അവരുടെ സ്ട്രെങ്ത് കൊണ്ട് അത് അവർ വിജയിപ്പിച്ചു. അങ്ങനെ 1860 കൊണ്ടുവന്ന ആ നിയമം 1886 വരെ കണ്ടിന്യൂ ചെയ്തു. 1886 പുതിയ നിയമം കൊണ്ടുവന്നു. പുതിയ ലോ, ഇൻകം ടാക്സ് ആക്ട് 1886 എന്ന് പറഞ്ഞു. പിന്നീട് അത് 1917 വരെ കൊണ്ടുവന്നു, നിലനിന്നു. 1918 ആയപ്പോൾ, അപ്പൊ 19 ആയിട്ടോ, അതൊക്കെ 18 ആണ്. 1918 ആയപ്പോൾ ന്യൂ ഇൻകം ടാക്സ് ആക്ട് കൊണ്ടുവന്നു. അത് ഏതുവരെ കണ്ടിന്യൂ ചെയ്തു? 1922 വരെ കണ്ടിന്യൂ ചെയ്തു. ഇൻകം ടാക്സ് ആക്ട് 1922 എന്ന് പറഞ്ഞിട്ട് കോംപ്രഹെൻസീവ് ഇൻകം ടാക്സ് ആക്ട് കൊണ്ടുവന്നു. അപ്പോഴേക്ക് ബ്രിട്ടീഷ് ഇന്ത്യ, ഇന്നത്തെ ഇന്ത്യ മാത്രമല്ല, ഇന്നത്തെ പാകിസ്ഥാനും ബംഗ്ലാദേശും ഒക്കെ അന്ന് ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഭാഗമാണെന്ന് നിങ്ങൾക്ക് ഓർമ്മ വേണം. ഇത്രയും വലിയ ഭൂഭാഗമുണ്ട്. ആ ഭൂഭാഗത്ത്, ആ ഭൂപ്രദേശത്തേക്ക് വേണ്ടിയാണ് ഇൻകം ടാക്സ് ആക്ട് 1922 എന്ന് പറയുന്ന കോംപ്രഹെൻസീവ് ഇൻകം ടാക്സ് ആക്ട് കൊണ്ടുവന്നു. നാം ഫ്രീഡം നേടുന്നത് 1947ലാണ് അല്ലേ? 1947 ഓഗസ്റ്റ് 14 മിഡ് നൈറ്റ്. എങ്ങനെയാണ് ഫ്രീഡം മിഡ് നൈറ്റ് ആയി പോയത് എന്നൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, അല്ലെ? പഠിക്കണം. കാരണം നിങ്ങളുടെ വിദ്യാഭ്യാസത്തിന്റെ അവസാന പീരീഡുകളിലാണല്ലോ ഉള്ളത്. LKG തുടങ്ങിയ യാത്രയാണ്. ഇപ്പൊ MCOM എത്തി. നമ്മുടെ ജീവിതത്തിന്റെ നല്ലൊരു ടൈം നമ്മള് വിദ്യ അഭ്യസിക്കാൻ ചെലവഴിക്കാണ്. എന്നിട്ട് നമുക്ക് എന്തിനാ നട്ടപ്പാതിരക്ക് ഫ്രീഡം വാങ്ങിയത്? നേരം വെളുത്തിട്ട് വാങ്ങിയാൽ പോരായിരുന്നോ? അല്ലെങ്കിൽ തലേന്ന് വൈകിട്ട് വാങ്ങിക്കൂടായിരുന്നുവോ? ഫ്രീഡം അറ്റ് മിഡ് നൈറ്റ് ആക്കിയത് എന്തിനാണ്? ഫ്രീഡം അറ്റ് മോർണിംഗോ ഫ്രീഡം അറ്റ് ഈവനിങ്ങോ അല്ലായിരുന്നോ നല്ലത് എന്നൊക്കെ നമുക്ക് ഓർമ്മ വേണം. നമ്മൾ ചോദിക്കണം, ചോദിച്ച് പഠിക്കണം. കാരണം നാളത്തെ തലമുറയോട് നിങ്ങൾ ആൻസർ പറയേണ്ടതാണ്. നാളത്തെ തലമുറ നിങ്ങളോട് ചോദിക്കും. അപ്പോൾ നിങ്ങൾ ആൻസർ പറയണം, നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. ഓക്കെ, ഞാനത് വിടുകയാണ്. സൂചിപ്പിച്ചേ എന്താണ്, എന്തിനെയാണ് സൂചിപ്പിച്ചതെന്ന് ചോദിച്ചാൽ, ഞാൻ എടുക്കുന്ന ഇൻകം ടാക്സിന് എന്ത് ചെറിയ ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിക്കണം. അത് ഓൺലൈൻ ക്ലാസ് ആണെങ്കിലും ശരി, ഓഫ്ലൈൻ ക്ലാസ് ആണെങ്കിലും ശരി, ഡയറക്ട് ക്ലാസ് ആണെങ്കിലും ശരി, ചോദിച്ച് ഡൗട്ട് ക്ലിയർ ചെയ്തിട്ട് പോയാൽ മതി. ഓക്കെ, കാരണം എനിക്ക് സബ്ജക്റ്റ് അറിയാം. അതുകൊണ്ട് നിങ്ങളുടെ ചോദ്യത്തെ ഞാൻ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യാം. അതിന് ചെറിയ ക്വസ്റ്റ്യൻ ആവട്ടെ, കൺഫ്യൂസ് ക്വസ്റ്റ്യൻ ആവട്ടെ, TV-യിൽ കണ്ടതാവട്ടെ, പേപ്പറിൽ കണ്ടതാവട്ടെ, സ്റ്റഡി മെറ്റീരിയൽ കണ്ടതാവട്ടെ, ബുക്ക് കണ്ടതാവട്ടെ, ഇനി മറ്റേതെങ്കിലും ടീച്ചർ ചോദിച്ചതാവട്ടെ, വാട്ട് എവർ മേ ബി ദി ടൈപ്പ് ഓഫ് ദി ക്വസ്റ്റ്യൻ, നിങ്ങൾ അത് ചോദിച്ച് ക്ലിയർ ആക്കണം. കാരണം നിങ്ങൾ ആരാവാൻ പോവാണ്? മാസ്റ്റർ ഓഫ് കൊമേഴ്സ്, MCOM. അപ്പൊ നമ്മൾ 1947 നമ്മൾ ഫ്രീഡം നേടി. ഈ ഫ്രീഡം നേടിയ സമയത്ത് അന്ന് നമുക്ക് നിയമം ഉണ്ടാക്കുന്ന പരിപാടിയൊന്നുമല്ല. ഇന്ത്യ പാകിസ്ഥാൻ പാർട്ടീഷനും അതുകൊണ്ട് തുടരുന്ന ലഹള പോലും ഒക്കെയാണ്. അപ്പൊ നമ്മൾ ഇതേ ആക്ട് തന്നെ കണ്ടിന്യൂ ചെയ്തു. ഏത് ആക്ട് തന്നെ? 1922 ആക്ട് തന്നെ നമ്മൾ കണ്ടിന്യൂ ചെയ്തു. ഫ്രീഡം നേടിയതിനു ശേഷവും അങ്ങനെ കുറെ വർഷങ്ങൾ 1922 ഇൻകം ടാക്സ് ആക്ട് തന്നെ ഇന്ത്യ രാജ്യത്ത് ഫ്രീഡം കിട്ടിയതിനു ശേഷവും തുടർന്നു. പിന്നീട് ഇന്ത്യ ഗവൺമെന്റിന് തോന്നി നമുക്ക് സ്വന്തം ഒരു ഇൻകം ടാക്സ് ആക്ട് ഉണ്ടാക്കണം. മറ്റൊരു ബ്രിട്ടീഷുകാർ ഉണ്ടാക്കിയതാണ്. അങ്ങനെയാണ് 1961 ഇൻകം ടാക്സ് ആക്ട് 1961 എന്ന് പറയുന്ന ആക്ട് ഉണ്ടാക്കുന്നത്. എന്താ പേര്? ഇൻകം ടാക്സ് ആക്ട് 1961. ആരാണ് ആക്ട് ഉണ്ടാക്കുക? ഇന്ത്യൻ പാർലമെന്റ്. ഇന്ത്യൻ പാർലമെന്റ് എന്ന് പറഞ്ഞാൽ ആരൊക്കെ? ലോക്സഭ, പിന്നെയോ രാജ്യസഭ. ലോക്സഭ, രാജ്യസഭ ഇവര് രണ്ടാളും പാസ്സാക്കും. എന്നിട്ടോ ഇന്ത്യൻ പ്രസിഡന്റ് അഥവാ നമ്മൾ രാഷ്ട്രപതി എന്ന് പറയുന്ന ആള്, ഇന്ത്യൻ പ്രസിഡന്റ് എന്ത് ചെയ്യണം? അതിന് സൈൻ ചെയ്യണം. എന്നാലാണ് ഒരു നിയമം ഉണ്ടാവുക. അല്ലാതെ തട്ടുകടയില് പലഹാരങ്ങൾ ഉണ്ടാക്കുന്നത് പോലെ, ഫാസ്റ്റ് ഫുഡ് ഉണ്ടാക്കുന്നത് പോലെ ഉണ്ടാക്കുന്നതല്ല ഇന്ത്യയിലെ നിയമങ്ങൾ. ആദ്യം ലോക്സഭ പാസ്സാക്കണം. ലോക്സഭയിൽ 544 MP-മാരുണ്ട്. നമ്മുടെ കേരളത്തിൽ നിന്ന് പോകുന്ന 20 ആളടക്കം കേരളത്തിൽ നിന്ന് 20 MP-മാരാണ്
പോവുക. അതേപോലെ രാജ്യസഭയിൽ 250 ഉണ്ട്, 250 MP-മാരുണ്ട് രാജ്യസഭയിൽ. ഇവരൊക്കെ പാസ്സാക്കിയാൽ മാത്രം പോരാ, അത് ഇന്ത്യൻ പ്രസിഡന്റിന് സെൻഡ് ചെയ്ത് കൊടുക്കും, അയച്ചു കൊടുക്കും. ഇന്ത്യൻ പ്രസിഡന്റ് അതിൽ എന്ത് ചെയ്യണം? സൈൻ ചെയ്യണം. സൈൻ ചെയ്ത് കഴിഞ്ഞാൽ അതിന് അസെന്റ് എന്നാ പറയാം. അസെന്റ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു നിയമമാവും. അങ്ങനത്തെ ഒരു നിയമമാണ് ഇൻകം ടാക്സ് ആക്ട് 1961. ഓക്കെ, ഈ ഇൻകം ടാക്സ് ആക്ട് 1961 അന്ന് ഉണ്ടാക്കിയതുപോലെയല്ല നമ്മൾ ഇന്ന് പഠിക്കുന്നത്. അതിന് ആക്ട് അതല്ല, പക്ഷെ അന്ന് ഉണ്ടാക്കിയതുപോലെ ഓരോ വർഷവും സെവറൽ അമെന്റ്മെന്റ്സ് വന്നിട്ടുണ്ട്. എന്താ അമെന്റ്മെന്റ്സ് വന്നാൽ? ചേഞ്ചസ്. പക്ഷെ നിയമത്തിൽ ചേഞ്ച് വരുന്നതിന് ചേഞ്ച് എന്നല്ല പറയാം, അമെന്റ്മെന്റ് എന്നാ പറയാം. എന്നാലും ഡ്രസ്സ് മാറുന്നതിന് അമെന്റ്മെന്റ് എന്ന് പറയുമോ? ഡ്രസ്സ് ഒന്ന് ചേഞ്ച് ചെയ്താട്ടെ എന്നാ പറയാ, അല്ലാതെ ഡ്രസ്സ് ഒന്ന് അമെന്റ്മെന്റ് നടത്തിയാട്ടെ എന്നാലും പറയില്ല. അതേപോലെ നിയമത്തിൽ ചേഞ്ച് വരികയാണെങ്കിൽ അമെന്റ്മെന്റ് എന്നാ പറയാം. എന്താണ് അമെന്റ്മെന്റ്? ഒരു പുതിയ ക്ലോസ് അല്ലെ പുതിയ പ്രൊവിഷൻ, പുതിയ സെക്ഷൻ കൂട്ടിച്ചാൽ അത് അമെന്റ്മെന്റാ, പുതിയത് വരിക. നിലവിലുള്ളത് ഡിലീറ്റ് ചെയ്യും, ഒഴിവാക്കും, അത് അമെന്റ്മെന്റാ. നിലവിലുള്ള ഒന്നിനെ പുതിയതൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും, അല്ലെങ്കിൽ ഇൻസേർട്ട് ചെയ്യും, അതും അമെന്റ്മെന്റ്. ഇങ്ങനെ നിയമത്തിൽ ചേഞ്ചസ് വരുന്നതിനാണ് എന്ത് പറയാ? അമെന്റ്മെന്റ് എന്ന് പറയും. ഇൻകം ടാക്സ് ആക്ടിൽ സെവറൽ അമെന്റ്മെന്റ്സ് വന്നിട്ടുണ്ട്. എങ്ങനെയാണ് ഈ അമെന്റ്മെന്റ് വരുന്നത്? ഒന്ന്, അമെന്റ്മെന്റ് കൊണ്ടുവരുന്നത് ആര് തന്നെ? ഇന്ത്യൻ പാർലമെന്റ്. ഇന്ത്യൻ പാർലമെന്റിൽ ഓരോ വർഷവും നിങ്ങൾ കേൾക്കാറില്ലേ, ഫെബ്രുവരി മാസത്തിൽ ബജറ്റ് അവതരിപ്പിക്കാൻ ഉണ്ട്. ഫിനാൻസ് മിനിസ്റ്റർ ബജറ്റ് അവതരിപ്പിക്കും. സംസ്ഥാനത്തുണ്ട്, കേന്ദ്രത്തിലുണ്ട്. കേന്ദ്രത്തിൽ ബജറ്റ് അവതരിപ്പിക്കുന്നേരം അതിന്റെ കൂടെ അവതരിപ്പിച്ച് പാസ്സാക്കുന്ന ഒരു നിയമമാണ് ഫിനാൻസ് ബിൽ എന്ന്. ഫിനാൻസ് ബില്ല് പാസ്സാക്കിയാൽ ഫിനാൻസ് ബില്ല് എന്നുള്ളത് ഫിനാൻസ് ഉണ്ടാവും ആക്ട് ആണ്. ഫിനാൻസ് ആക്ട് പാസ്സാവുന്നത് വരെ ബില്ല് എന്നാ പറയാം. ഫിനാൻസ് ബില്ല് പാസ്സാക്കിയാൽ അതിനെ നമ്മൾ ആക്ട് എന്ന് പറയാം. ഫിനാൻസ് ആക്ട്. ഈ ഫിനാൻസ് ആക്ട് എല്ലാ വർഷവും ഇന്ത്യൻ പാർലമെന്റിൽ അവതരിപ്പിക്കും. അതിനനുസരിച്ച് അടുത്ത വർഷത്തെ ഇൻകം ടാക്സ് മാറും. 2019 ഫെബ്രുവരി മാസം അവതരിപ്പിക്കുന്ന ഫിനാൻസ് ആക്ടിലെ പ്രൊവിഷൻ അനുസരിച്ച് 2020-21 എന്തുണ്ടാവും? മാറ്റം. അങ്ങനെ എല്ലാ വർഷവും അവതരിപ്പിക്കുന്നതിനനുസരിച്ച് അമെന്റ്മെന്റ് ഉണ്ടാകും. അതാണ് ഒന്ന്. രണ്ടാമത്തത്, നമുക്കറിയാം ഇന്ത്യയിലെ ഏറ്റവും വലിയ കോടതി ഏതാ? ഏറ്റവും വലിയ കോടതി ഇന്ത്യയിലെ സുപ്രീം കോടതി. പിന്നെ അതിന്റെ തൊട്ട് താഴെയുള്ള കോടതി ഏതാ? കോർട്ട്, ഹൈക്കോടതി. ഈ സുപ്രീം കോടതിയിൽ ഹൈക്കോടതികളിൽ കേസുകൾ വരും. ഇൻകം ടാക്സുമായിട്ട് ബന്ധപ്പെട്ട കേസുകൾ, ലക്ഷക്കണക്കിന് കേസുകൾ ഇപ്പം കിട്ടിക്കിടക്കുന്നത്. ചെറിയ ചെറിയ കോടതിയിലൊന്നും ഇൻകം ടാക്സിന്റെ കേസ് വരില്ല. നമ്മളെ പേരാമ്പ്ര കോടതിയുണ്ട്, വടകര കോടതിയുണ്ട്, കോഴിക്കോട് കോടതിയുണ്ട്, തലശ്ശേരി കോടതിയുണ്ട്, തൃശ്ശൂർ കോടതിയുണ്ട്. അവിടെ ഒന്നും ഇൻകം ടാക്സിന്റെ കേസ് വരില്ല. അതൊക്കെ ചെറിയ ചെറിയ കോടതികളാണ്. ഇൻകം ടാക്സിന്റെ കേസ് വരിക എന്ന് പറഞ്ഞാൽ വലിയ ഇൻകം ഉള്ള ആളുകൾക്ക്, വലിയ റിച്ച് പീപ്പിളിനാണ്. അംബാനിക്ക്, പ്രേംജിക്ക്, ടാറ്റയ്ക്ക്, അമിതാഭ് ബച്ചൻ, മോഹൻലാൽ, മമ്മൂട്ടിക്ക്, ഇങ്ങനെ വലിയ വലിയ പണക്കാർക്ക്, എം എ യൂസുഫ് അലി, ഇവർക്ക് ആണ് ഇൻകം ടാക്സിന്റെ കേസ് ഉണ്ടാവുക. അല്ലാതെ തെങ്ങുമാ കയറാൻ പോകുന്ന രാഘവേട്ടനും കൊത്താൻ പോകുന്ന മജീദിനും ചെറിയ ഉന്തുവണ്ടിയിൽ പച്ചക്കറി വിൽക്കുന്നതായിരിക്കുന്ന അബൂബക്കറിനും ഒന്നും ഇൻകം ടാക്സിന്റെ കേസ് ഉണ്ടാവും. കാരണം അവർക്ക് ജീവിക്കാൻ തന്നെയല്ലേ ഇൻകല്ല. ഓക്കെ, അപ്പൊ വലിയ പണക്കാർക്ക് ഇൻകം ടാക്സിന്റെ കേസ് ഉണ്ടാവും. ഈ പണക്കാരൊന്നും പേരാമ്പ്ര അതാണ് ഇടുങ്ങിയ റോഡിമക്കൂടുള്ള കോടതിയിലൊന്നും അമിതാഭ് ബച്ചനും മോഹൻലാലും ഒന്നും വരില്ല. അപ്പൊ അവർക്കൊക്കെ വരാൻ സൗകര്യമുള്ള, അവരുടെ ഫ്ലൈറ്റും കാറും ഒക്കെ വരാൻ സൗകര്യമുള്ള വലിയ കോടതിയിലെ കേസ് ഉണ്ടാവും. സുപ്രീം കോടതിയിൽ, ഹൈക്കോടതിയിൽ. അതേപോലെ ഇൻകം ടാക്സ് കേസുകൾ മാത്രം കൈകാര്യം ചെയ്യുന്ന ഒരു കോടതിയുണ്ട്, നാഷണൽ ടാക്സ് ട്രൈബ്യൂണൽ, NTT എന്നാ പറയുന്നത്. നാഷണൽ ടാക്സ് ട്രൈബ്യൂണൽ. ഈ കേസുകളിലൊക്കെ ഈ കോടതിയിലൊക്കെ വ്യത്യസ്ത കേസുകൾ നടക്കുന്നേരം
ഒരുപാട് ജഡ്ജ്മെന്റുകൾ ഉണ്ടാവും. വിധി പ്രഖ്യാപനങ്ങൾ. ആരുടേത്? ജഡ്ജിമാരുടെ. അത് പുതിയ ജഡ്ജ്മെന്റ് ഉണ്ടായാൽ അത് അടുത്ത വർഷം മുതൽ ഇൻകം ടാക്സിന്റെ ഭാഗമായി. അടുത്ത വർഷം മുതൽ ഏതിന്റെ ഭാഗമായി മാറും? ഇൻകം ടാക്സിന്റെ ഭാഗമായിട്ട് മാറും. അങ്ങനെ അമെന്റ്മെന്റ് ഉണ്ടാവും. മറ്റൊന്ന്, ഇൻകം ടാക്സിന്റെ സുപ്രീം അതോറിറ്റി ആരാണ് നമ്മൾ പറഞ്ഞത്? ഇൻകം ടാക്സിന്റെ സുപ്രീം അതോറിറ്റി സെൻട്രൽ ഗവൺമെന്റ് ആണ്, ഫിനാൻസ് മിനിസ്റ്ററാണ്. പക്ഷേ അവരൊന്നും ഇൻകം ടാക്സിന്റെ ഡേ ടു ഡേ കാര്യങ്ങളൊന്നും നോക്കൂല. ഡേ ടു ഡേ കാര്യങ്ങളൊക്കെ നോക്കുന്നത് നേരത്തെ പറഞ്ഞ CBDT ആണ്, സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ട് ടാക്സ്, CBDT. ഇവര് ഒരുപാട് സർക്കുലറുകൾ ഇഷ്യൂ ചെയ്യും, നോട്ടിഫിക്കേഷൻസ്, അതേപോലെ സർക്കുലറുകൾ ഓരോ പ്രത്യേക പ്രശ്നം ഉണ്ടാകുന്ന സമയത്തും ഓരോ ക്രിട്ടിക്കൽ സന്ദർഭങ്ങളിലും ഏതെങ്കിലും പെർട്ടിക്കുലർ ഐറ്റംസ് ഇൻകം ആണോ അല്ലേ എന്ന് തീരുമാനിക്കേണ്ട സന്ദർഭങ്ങളിൽ അങ്ങനെയൊക്കെ ധാരാളം സർക്കുലേഴ്സ് ഇഷ്യൂ ചെയ്യും. ആര്? CBDT, സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ട് ടാക്സ്. അതും അടുത്ത വർഷം മുതൽ ഇൻകം ടാക്സിന്റെ ഭാഗമായിട്ട് അമെന്റ്മെന്റ് ആയിട്ട് വരും. അപ്പൊ ഇങ്ങനെയൊക്കെ അമെന്റ്മെന്റ് ഉണ്ടാകും. ഇന്ത്യൻ പാർലമെന്റില്, സുപ്രീം കോർട്ടില്, ഹൈക്കോർട്ടില്, നാഷണൽ ടാക്സ് ട്രിബ്യൂണലൊക്കെ കേസുകൾ നടത്തുന്നേരം അതേപോലെ CBDTയുടെ സർക്കുലറും നോട്ടിഫിക്കേഷനും ഒക്കെ എന്തായി വരും? അമെന്റ്മെന്റ് ആയിട്ട്. ഓക്കെ, അപ്പൊ നമ്മൾ പഠിക്കുന്നത് ഇൻകം ടാക്സ് ആക്ട് അല്ല, നമ്മൾ പഠിക്കുന്നത് ഇൻകം ടാക്സ് ലോ ആണ്. നമ്മുടെ പേപ്പറിന്റെ പേര് ഞാൻ ഫസ്റ്റ് പറഞ്ഞു, ഇൻകം ടാക്സ് ലോ ആൻഡ് അക്കൗണ്ട്സ് ആണ് പേപ്പറിന്റെ പേര്. ഇൻകം ടാക്സ് ലോ ആൻഡ് അക്കൗണ്ട്സ് നമ്മൾ പഠിക്കുന്നത് ഇൻകം ടാക്സ് ലോ ആണ്. എന്താ ലോ എന്ന് പറഞ്ഞാല്? ലോ എന്ന് പറഞ്ഞാല് അതിൽ എന്തൊക്കെ ഉണ്ടാവും? ആക്ട് ഉണ്ടാവും, ഇൻകം ടാക്സ് ആക്ട് ഉണ്ടാവും. അതിൽ ആക്ട് മാത്രമല്ല, അതിൽ എന്തുണ്ടാവും? റൂൾസ് ഉണ്ടാവും, ഇൻകം ടാക്സ് റൂൾസ്. അത് മാത്രമാണ് ഉണ്ടാവുക? അല്ല, അതിൽ നേരത്തെ നമ്മൾ പറഞ്ഞതായിരിക്കും എന്തുണ്ടാവും? സർക്കുലേഴ്സ് ഉണ്ടാവും, സർക്കുലേഴ്സ് ഉണ്ടാവും. അതിൽ എന്തുണ്ടാവും? നോട്ടിഫിക്കേഷൻസ് ഉണ്ടാവും, നോട്ടിഫിക്കേഷൻസ് ഉണ്ടാവും. പിന്നെ നേരത്തെ നമ്മൾ പറഞ്ഞാൽ എന്തുണ്ടാവും? ജഡ്ജിമാരുടെ എന്തുണ്ടാവും? ജഡ്ജ്മെന്റും ഉണ്ടാവും. ജുഡീഷ്യൽ പ്രൊനൗൺസ്മെന്റ് അല്ലെ ജുഡീഷ്യൽ ഓർഡേഴ്സ് ഉണ്ടാവും, ജഡ്ജ്മെന്റ് ഓർഡേഴ്സ്. ഇതിനെല്ലാത്തിനെയും കൂടെ കൂട്ടിയിട്ടാണ് ഇൻകം ടാക്സ് ലോ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ എന്തൊക്കെ പഠിക്കാം? ഇൻകം ടാക്സ് ആക്ട് പഠിക്കും, ഇൻകം ടാക്സിലെ റൂൾസ് പഠിക്കും, ഇൻകം ടാക്സിലെ ഇപ്പൊ നിലവിലുള്ള സർക്കുലേഴ്സ് പഠിക്കും. പണ്ട് നിലവിലുള്ള ഒന്ന് പഠിക്കണ്ട, ഇപ്പൊ നിലവിലുള്ള സർക്കുലേഴ്സ് പഠിക്കും. ഇപ്പൊ നിലവിലുള്ള ഇഫക്റ്റീവ് ആയിരിക്കുന്ന നോട്ടിഫിക്കേഷൻസ് പഠിക്കും. പിന്നെ ജുഡീഷ്യൽ ഓർഡേഴ്സ് പഠിക്കും, ഇപ്പൊ നിലവിലുള്ള അല്ലെങ്കിൽ ഇപ്പൊ അപ്ലിക്കബിൾ ആണ്. ജുഡീഷ്യൽ ഓർഡേഴ്സ് പഠിക്കുന്ന സമയത്ത് ഒരു സിംഗിൾ ജഡ്ജി ഒരു രീതിയിൽ റൂളിംഗ് നൽകി, അതിനെതിരെ ഡിവിഷൻ ബെഞ്ച് അഥവാ 2 ജഡ്ജിമാർ റൂളിംഗ് ആണ് നൽകി. നമ്മൾ ഏതാ പഠിക്കുക? 2 ജഡ്ജിമാരെന്താ പഠിക്കുക? ആ സിംഗിൾ ജഡ്ജിനെ നമ്മൾ പഠിക്കും. അതേപോലെ ഹൈക്കോർട്ടിന്റെ ഒരു റൂളിംഗ് ഉണ്ട്, അതിനെതിരെ സുപ്രീം കോർട്ടിന്റെ ഒരു റൂളിംഗ് ഉണ്ട്. നമ്മൾ ഏതാണ് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക? ഹൈക്കോർട്ടിന്റെ നമ്മൾ പറയും, പക്ഷെ നമ്മൾ സുപ്രീം കോർട്ടിന്റെതാണ് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കാം. ഓക്കെ, ഹൈക്കോർട്ടിന്റെ ഒരു റൂളിംഗ് ആ സംസ്ഥാനത്തേക്ക് അപ്ലിക്കബിൾ ആകും. എക്സാമ്പിൾ ആയിട്ട് കേരള ഹൈക്കോർട്ടിന്റെ ഒരു റൂളിംഗ്സ്, ഒരു ജഡ്ജ്മെന്റ് കേരളത്തിലായിരിക്കും അപ്ലിക്കബിൾ ആകും. അതേസമയത്ത് സുപ്രീം കോർട്ടിന്റെ ഒരു ജഡ്ജ്മെന്റോ ഒരു റൂളിംഗോ ഹോൾ ഓഫ് ഇന്ത്യ, ഹോൾ ഓഫ്. അപ്പൊ നമ്മൾ പഠിക്കുന്നത് ഏതാണ്? ഇൻകം ടാക്സ് ലോ ആൻഡ് അക്കൗണ്ട്സ് ആണ് പഠിക്കുന്നത്. ലോ രണ്ടൊക്കെ ഉൾപ്പെടുമെന്നാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, ഇനി ഇൻകം ടാക്സ് എവിടെയാണ് ഇൻകം ടാക്സ് നമ്മൾ പഠിക്കുന്നത്? അമേരിക്ക, ബ്രിട്ടന്, ലോകം മുഴുവനും അല്ലേ? കേരളത്തില്, തമിഴ്നാട്ടില് അതുമല്ല. നമ്മൾ പഠിക്കുന്നത് ഇന്ത്യയിലെ ഇൻകം ടാക്സ് ആണ്. ഇന്ത്യയിലെ ഇന്ത്യ എന്ന് പറഞ്ഞാൽ എന്താ നിങ്ങൾക്കറിയാലോ? ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഇത് ഇന്ത്യയുടെ കരഭാഗം, അതിന് ലാൻഡ് മാസ് നമ്മൾ പറയാം. ലാൻഡ് മാസ്, ലാൻഡ് മാസ് പറയും. ഈ കരഭാഗം മാത്രമാണോ ഇന്ത്യ? അല്ല, കരഭാഗം തന്നെ എന്തൊക്കെ ഉണ്ട്? 29 സ്റ്റേറ്റ്സുകളുണ്ട്.
സ്റ്റേറ്റ്സ്. പിന്നെയോ 7 യൂണിയൻ ടെറിട്ടറീസ് ഉണ്ട്. യൂണിയൻ ടെറിട്ടറീസ് ഉണ്ട്. അൻഡമാൻ നിക്കോബാർ ഐലൻഡ്, ലക്ഷദ്വീപ്, ദമൻ ആൻഡ് ദിയു, ചണ്ഡീഗഡ്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? സ്കൂളിലൊക്കെ അത് പഠിപ്പിച്ചിട്ടുണ്ട് ജോഗ്രഫി. കേട്ടിക്കലാ? ഓക്കെ. ഇതാണ് ഇന്ത്യ. അങ്ങ് കാശ്മീർ അതിർത്തി മുതൽ ഈ തറ്റത്ത് കന്യാകുമാരി വരെ ഇന്ത്യ. അതുപോലെ അതേപോലെ ഇവിടെ കടലൊക്കെ ഇന്ത്യ. ഇന്ത്യന്റെ ഭാഗത്ത് നമ്മുടെ കോഴിക്കോടിലാണെങ്കിൽ ഈ ഭാഗത്താണെങ്കിലും ശരി, ഈ ഭാഗത്താണെങ്കിൽ ഇവിടെ ഒക്കെ ഇന്ത്യ. കടൽ സി. കടൽ എത്ര വരെ ഇന്ത്യയാണ്? കടൽ ഇങ്ങനെ പോയാൽ 12 നോട്ടിക്കൽ മൈൽ. നോട്ടിക്കൽ മൈൽ എന്നാ പറയാ. 12 നോട്ടിക്കൽ മൈൽ വരെ ഇന്ത്യ. ഒരു നോട്ടിക്കൽ മൈൽ എന്ന് പറഞ്ഞാൽ 1 നോട്ടിക്കൽ മൈൽ എന്ന് പറഞ്ഞാൽ 1 നോട്ടിക്കൽ മൈൽ ഈസ് ഈക്വൽ ടു 1.853 കിലോമീറ്റർ ഉണ്ടാവും. 1.853 കിലോമീറ്റർ ഒരു നോട്ടിക്കൽ മൈൽ എന്ന് പറഞ്ഞാൽ. അപ്പൊ 12 നോട്ടിക്കൽ മൈൽ എന്ന് പറഞ്ഞാൽ എത്ര ഉണ്ടാവും? ഇതിനെക്കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 1.853 into 12 നോട്ടിക്കൽ. അത്രയും ഇന്ത്യയാണ്. ഓക്കെ. പിന്നെ അവിടുന്ന് പിന്നെ ഇങ്ങോട്ട് പോയാൽ 24 നോട്ടിക്കൽ മൈൽ ആണെങ്കിൽ നമ്മൾ പറയാം കണ്ടിന്യൂസ് സോൺ എന്ന് പറയാം. കണ്ടിന്യൂസ് സോൺ എന്നാണ്. അവിടുന്ന് അങ്ങോട്ട് പോയാൽ 200 നോട്ടിക്കൽ മൈൽ വരെ ഇന്ത്യക്ക് അവകാശപ്പെട്ടതാണ്. അതിന് എക്സ്ക്ലൂസീവ് ഇക്കണോമിക് സോൺ എന്ന് പറയാം. എക്സ്ക്ലൂസീവ് ഇക്കണോമിക് സോൺ. എക്സ്ക്ലൂസീവ് ഇക്കണോമിക് സോൺ എന്നാണ്. അപ്പൊ കടലിൽ കൂടെ ഇങ്ങോട്ട് പോയാൽ ഇത്ര വരെ ഇന്ത്യ. ഇങ്ങോട്ടും അങ്ങനെ തന്നെ 12 24 കണ്ടിന്യൂസ് ഓൺ 200 പ്ലസ് ഇതിന്റെ മുകൾ ഭാഗം ഒക്കെ ഇന്ത്യ. ആകാശം ഇത്ര മുന്നോട്ട് പോയാൽ ഇന്ത്യ. ഇത്ര താഴോട്ട് പോയാൽ ഇന്ത്യ. ഇന്ത്യയുടെ മുകളിൽ ഇങ്ങനെ ആകാശത്തൊക്കെ പോവുക. ഇത്ര മുകളിലോട്ട് പോയാലും അതൊക്കെ ഇന്ത്യന്റെ ആകാശം. താഴോട്ട് പോവുക സബ്സോയിൽ, കടലടിയിൽ, സീബെഡ് എന്നൊക്കെ പറയാം. അതൊക്കെ പേരുണ്ട്. സീബെഡ്, സബ്സോയിൽ, അതൊക്കെ ഇന്ത്യ. അതുപോലെ ഒരാൾ ഇന്ത്യയിൽ ഇങ്ങനെ ഒരു ഭൂമി കുഴിച്ച് താഴോട്ട് പോയി, അയാൾ 5000 കിലോമീറ്റർ പോയി. എന്നിട്ട് അവിടെ പോയി വെക്കുന്നവർ അവിടെ വേറെ ഒരു പട്ടണം കണ്ടു, ഒരു ടൗണം കണ്ടു എന്നാണ് സങ്കല്പിക്കുന്നത്. അതൊക്കെ ഇന്ത്യയാണ്. കാരണം ഇന്ത്യയെ കൂടെ കുഴിച്ചിട്ടാണ്, ഇന്ത്യന്റെ താഴത്താണ്. അപ്പൊ ഇത്രയാണ് ഇന്ത്യ എന്ന് നമ്മൾ പറയുന്നത്. നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയുടെ, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ കിട്ടിയില്ല. ഇന്ത്യൻ ഭരണഘടനയുടെ 1ാമത്തെ വകുപ്പ്, അതിന് ആർട്ടിക്കിൾ എന്നാ പറയാം. എന്താ പറയാ? ആർട്ടിക്കിൾ 1 അനുസരിച്ചാണ്. അത്ര ഇന്ത്യ എന്ന് പറയാം. ഇന്ത്യൻ ഭരണഘടനയിൽ എത്ര ആർട്ടിക്കിൾ ഉണ്ട് അതറിയാമോ? ഭരണഘടനയുടെ ഒരു വകുപ്പിന് പറയാം ആർട്ടിക്കിൾ എന്നാ പറയാം. എന്നാൽ മറ്റു നിയമങ്ങളുടെ ഒരു വകുപ്പിന് പറയാം സെക്ഷൻ എന്നാ പറയാം. ഇൻകം ടാക്സിന്റെ ഓരോ വകുപ്പിനും നമ്മൾ ആർട്ടിക്കിൾ എന്ന് പറയും. അല്ല, നമ്മൾ എന്താ പറയാ? സെക്ഷൻ. എന്നാൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ നമ്മൾ എന്താ പറയാ? ആ വകുപ്പിന് എന്താ പറയാ? ആർട്ടിക്കിൾ. ഇന്ത്യൻ ഭരണഘടനയിൽ എത്ര ആർട്ടിക്കിൾ ഉണ്ട് മക്കളെ? 448. 448 ആർട്ടിക്കിൾ ഉണ്ട്. 448 ആർട്ടിക്കിൾ. ഓക്കെ. അപ്പൊ ഇത്രയും വലിയ വിശാലമായ രാജ്യത്തുള്ള ഇൻകം ടാക്സ് ആണ് എന്ത് ചെയ്യുന്നത്? നാം 3rd സെമസ്റ്ററിൽ പഠിച്ച് തുടങ്ങും. ഓക്കെ. ഇതാണ് നമ്മൾ ചാപ്റ്ററിലേക്ക് പോകുന്നതിന് മുമ്പ് മനസ്സിലാക്കേണ്ട ഇമ്പോർട്ടന്റ് കാര്യം. ഒരു ചെറിയ കാര്യം കൂടെ പറയാൻ നമുക്ക് ഈ ക്ലാസ്സിന് ഒരു ബ്രേക്ക് കൊടുക്കും. എന്താണ് ആ ചെറിയ കാര്യം? നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ 448 ആർട്ടിക്കിൾ ഉണ്ട് എന്ന് പറഞ്ഞാൽ അതുപോലെ 12 ഷെഡ്യൂളുണ്ട്. 12 എന്തുണ്ട്? ഷെഡ്യൂൾ. എന്താ ഷെഡ്യൂൾ എന്ന് പറഞ്ഞാൽ? ഷെഡ്യൂൾ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കോളംസ് വരച്ചിട്ട് കാര്യങ്ങൾ പറയുന്നതിനാണ് ഷെഡ്യൂൾ എന്ന് പറയുന്നത്.
എത്ര ഷെഡ്യൂൾ ഉണ്ട്? 12 ഷെഡ്യൂൾ. അതിൽ 7th ഷെഡ്യൂൾ നമുക്ക് ആവശ്യമുള്ള 7th ഷെഡ്യൂളിൽ പറയുന്നത് ഇങ്ങനെ 3 കോളംസ് ആണ്. ഇവിടെ യൂണിയൻ ലിസ്റ്റ് എന്നാണ് പേര്. യൂണിയൻ ലിസ്റ്റ്. ഇത് സ്റ്റേറ്റ് ലിസ്റ്റ്. ഇതോ കൺകറന്റ് ലിസ്റ്റ്. കൺകറന്റ് ലിസ്റ്റ്. കൺകറന്റ് ലിസ്റ്റ്. ഇവിടെ ഏകദേശം 97 ഐറ്റംസ് ഉണ്ട്. എത്ര ഐറ്റംസ് ഉണ്ട്? 97 എൻട്രി എന്ന് പറയാം. ഐറ്റംസ് അതായത് എൻട്രി എന്ന് പറയാം. എൻട്രീസ്. എൻട്രി. ഇതില് 82ാമത്തെ 82 എൻട്രിയാണ് ഇൻകം ടാക്സ്. ഏത് ലിസ്റ്റിലാ? യൂണിയൻ ലിസ്റ്റിൽ. യൂണിയൻ ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ സെൻട്രൽ ഗവൺമെന്റിനുള്ളതാണ്. അപ്പൊ ഇൻകം ടാക്സിന്റെ നിയമങ്ങൾ ഉണ്ടാക്കാനും അത് അമെന്റ്മെന്റ് നടത്താനും അത് ഇംപ്ലിമെന്റ് ചെയ്യാനും ഒക്കെയുള്ള അധികാരം ആർക്കാണ്? ഓരോ യൂണിയൻ ഗവൺമെന്റിനാണ്, സെൻട്രൽ ഗവൺമെന്റ്. ഇവിടെ കുറെ എൻട്രീസ് ഉണ്ട്. ഇവിടെ അതിന്റെ ഒരു എൻട്രിയാണ് അഗ്രികൾച്ചർ. ഏത്? അഗ്രികൾച്ചർ. ഇതിൽ പലതിനെ കുറിച്ചൊക്കെ നിയമം നിർമ്മാണിക്കാനുള്ള അധികാരം ആർക്കുള്ളതാണ്? സ്റ്റേറ്റ് ഗവൺമെന്റ്. സ്റ്റേറ്റ് ഗവൺമെന്റുകൾക്കുള്ളതാണ്. ഇവിടെയുണ്ട് കുറെ ഐറ്റംസ്. അതിൽപ്പെട്ടതാണ് റോഡ്, എഡ്യൂക്കേഷൻ, ഫോറസ്റ്റ് ഒക്കെ ഇതിൽപ്പെട്ടതാണ്. ഇതിൽ പറഞ്ഞതായിരിക്കുന്ന എൻട്രീസിനെ കുറിച്ച് നിയമം ഉണ്ടാക്കാൻ ലോ മേക്കിങ്ങിന് ആർക്കൊക്കെ അധികാരമുണ്ട്? സെൻട്രൽ ഗവൺമെന്റിനും അധികാരമുണ്ട്, സ്റ്റേറ്റ് ഗവൺമെന്റിനും അധികാരമുണ്ട്. ഏത് ലിസ്റ്റിലുള്ളത്? കൺകറന്റ് ലിസ്റ്റ്. അപ്പൊ ഇതേതാ? 12th ഷെഡ്യൂളിലെ 12th ഷെഡ്യൂൾ ഉണ്ട്. അതിൽ 7th ഷെഡ്യൂളാണ്. എന്താ പറയുന്നത്? 3 ലിസ്റ്റ് ഉണ്ട്. യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്. അതിൽ യൂണിയൻ ലിസ്റ്റ് എത്രാമത്തെ എൻട്രിയാണ് ഇൻകം ടാക്സ്? 82nd 82 എൻട്രി. ഇത് പറയുന്ന ആർട്ടിക്കിൾ ഏതാണെന്ന് 265 ആണ്. ആർട്ടിക്കിള് 265 വരെ 248 ആയിട്ടാണ് ഇത് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഇന്ത്യയില് ഇന്ത്യൻ ഭരണഘടന അംഗീകരിക്കാത്ത ഒരു ടാക്സും ഉണ്ടാവില്ല എന്ന് പറയും. 265 പറയാണ്, നോ ടാക്സ് വിൽ ബി ലെവീഡ് ഓർ കളക്ടഡ് ഇൻ ഇന്ത്യ വിത്തൗട്ട് ദി അതോറിറ്റി ഓഫ് ലോ. ഇന്ത്യൻ പാർലമെന്റ് അല്ലെ സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ അംഗീകരിക്കാത്ത ഒരു ടാക്സും ഇന്ത്യ രാജ്യത്ത് ലെവി ചെയ്യുവാനോ കളക്ട് ചെയ്യുവാനോ പാടില്ല. അതേപോലെ 248 പറയുന്നത് ഇതിന്റെ കീഴിലാണ് എന്ത് വരുന്നത്? 7th ഷെഡ്യൂള് വരുന്നത്. ഓക്കെ. അപ്പൊ നമ്മൾ എന്തൊക്കെ ഈ ചെറിയ ക്ലിപ്പില് അല്ലെങ്കിൽ ചെറിയ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് നമ്മൾ നോക്ക്. എന്തൊക്കെ ചെറിയ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത്? ഇൻകം ടാക്സുമായിട്ട് ബന്ധപ്പെട്ട ബേസിക് കാര്യങ്ങൾ. നമ്മൾ ചാപ്റ്ററിൽ പോയോ? ഇല്ല. 1ാമത്തെ ചാപ്റ്റർ ബേസിക്സ്, അതിലേക്ക് പോയല്ല. അതുമായിട്ട് ബന്ധപ്പെട്ട അതിന്റെ മുമ്പിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളാണ് പഠിച്ചത്. ഓക്കെ. ബാക്കി നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കും. ഓക്കെ. താങ്ക്സ്.